ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോ, ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി, പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ, എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം, ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ, എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ, പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ, എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ, കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ, പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. വേഗം നിന്നെ കാണും ഞാൻ യേശുവേ, നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. ഇപ്പോൾ സഹോദരൻ കെ.എം. മധ്യ സഹോദരൻ പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. തുടർന്ന് പി. ജെ. ജെയിംസ് സഹോദരൻ തന്നെ അവസാന ശുശ്രൂഷകളെ നിർവഹിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവാശ്വാസത്തിന്റെ ഉറവിടമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ സമയത്തിനായിട്ട് ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളായ ഞങ്ങളോട് അവിടുന്ന് കാണിച്ച കരുണയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഈ ഉച്ച സമയത്ത് കർത്താവേ അവിടുത്തെ വലിയ ദാസന്റെ ഭൗതിക ശരീരവുമായി ഈ സെമിത്തേരിയിൽ ഈ നിലയിൽ എത്തി വരുവാനായിട്ട് അവിടുന്ന് കൃപ നൽകിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സഭാകളിൽ വെച്ച് നടന്നതായ ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ അനവധി അനുഗ്രഹിക്കപ്പെട്ട അനുസ്മരണങ്ങളും ഓർമ്മകളും ഒക്കെ ഞങ്ങൾക്ക് കേൾക്കുവാനിടയായല്ലോ. അതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിന്റെ ദാസന്റെ അനുഗ്രഹപൂർണ്ണമായ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വീണ്ടും അയവിറക്കുവാൻ അങ്ങനെ ഒരു അവസരം കൂടെ തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകന് ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചിട്ട് പോയതായിട്ടുള്ള ജീവിത മാതൃകയ്ക്കും സാക്ഷ്യത്തിനും ഒക്കെ ആയിട്ട് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ശാന്തവും കർത്താവ് എല്ലാവർക്കും ഹൃദ്യവുമായ ഒരു ജീവിതം നയിപ്പാൻ നിന്റെ മകന് കഴിഞ്ഞ ദീർഘവർഷങ്ങളിൽ അവിടുന്ന് കൃപ കൊടുത്തതിനായിട്ട് ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവേ അവിടുത്തെ ദിവ്യമായ ആശ്വാസം കൊണ്ട് നീ അവരെ നിറയ്ക്കണമേ. നീ അവർക്ക് സമാധാനവും അവിടുത്തെ മടങ്ങിവരവിന്റെ പ്രത്യാശയും നൽകി നീ അവരെ ബലപ്പെടുത്തണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ ഭൗതിക ശരീരത്തോടുള്ള ബന്ധത്തിൽ അവസാന ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ പരസ്യമായിട്ട് അത് നിർവഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ട തങ്കച്ചായന്റെ മൃതശരീരവുമായി ഈ സെമിത്തേരിയിൽ എത്തിപ്പെടുവാനായിട്ട് അവിടെ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പാടിയതുപോലെ ഞങ്ങൾക്കൊരു വലിയ പ്രത്യാശയുണ്ട്. ഞങ്ങൾ എത്രയോ പ്രിയപ്പെട്ടവരുടെ
കർത്താവ് പ്രായമുള്ളവരും പ്രായത്തിൽ കുറഞ്ഞവരും ഒക്കെ ആയിട്ടുള്ള അനേക പ്രിയപ്പെട്ടവരുടെ മൃതശരീരങ്ങളുമായിട്ട് ഞങ്ങൾ ഈ സെമിത്തേരിയിൽ പലപ്പോഴായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങളുടെ അനേക പ്രിയപ്പെട്ടവർ കർത്താവ് ഈ സെമിത്തേരിയിൽ കർത്താവ് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. എങ്കിലും അവരുടെ ആത്മാക്കൾ ഇപ്പോഴും കർത്താവിനോട് കൂടെ വിശ്രമിക്കുന്നു എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് തന്നിട്ടുള്ളതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ കേട്ടതുപോലെ അവർ പ്രതിഫലം പ്രാപിക്കേണ്ടതിനായി എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ള പ്രത്യാശയോടുകൂടെ പ്രിയപ്പെട്ട തങ്കച്ചായന്റെ മൃതശരീരവുമായി ഇവിടെ കടന്നു വരുവാൻ ഞങ്ങളെ സഹായിച്ചുകൊണ്ട് സ്തോത്രം. തുടർന്ന് ഇവിടെ ഓരോരുത്തർക്കും ആവശ്യമായ കൃപ കൊടുത്ത് നിറയ്ക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന യാതനകൾ അവിടുന്ന് കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വവും മാനവും എല്ലാം അവിടുന്ന് തന്നെ എടുക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണം. ദൈവനാമം മഹത്വമാറാകട്ടെ. അച്ചായന് ഈ ഭൗതിക ശരീരത്തിന് നമുക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും ഒടുവിലത്തെ ശുശ്രൂഷയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഏതൊരു മനുഷ്യൻ്റെയും ഈ ലോക ജീവിതത്തിൻ്റെ ഒടുവിലത്തെ സ്ഥിതി എന്നുള്ള നിലയിൽ പ്രിയപ്പെട്ടവരും ഈ സെമിറ്ററിയിലേക്ക് ഈ ഭൗതിക ശരീരവുമായി നാം കൊണ്ടുവരുവാനായിട്ട് ഇടയായി കഴിഞ്ഞിരിക്കുകയാണ്. വളരെ നല്ല അനുസ്മരണങ്ങൾ കേൾക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. ദൈവവചനത്തിൻ്റെ കേൾവി നമുക്ക് ലഭിച്ചു. പ്രത്യാശയാൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നിറച്ചിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്ന പോലെ വചനപ്രകാരം ഭക്തിയോടുകൂടി നാം ഈ ഭൗതിക ശരീരം ഇപ്പോൾ മണ്ണിനെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് പോവുകയാണ്. മരിച്ചുപോയ ക്രിസ്തുഭക്തന്മാർ പുനരുദ്ധാനം പ്രാപിക്കുമെന്ന് വളരെ ആധികാരികമായി തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില വേദഭാഗങ്ങൾ പരസ്യമായി വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. പ്രാരംഭമായി കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 50 മുതലുള്ള വാക്യങ്ങൾ ഇപ്പോൾ വായിക്കുന്നു. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 50 മുതലുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, മാംസങ്ങൾക്ക് എവരായത്തെ അവകാശമാക്കുവാൻ കഴിയില്ല. ലോകത്തെ അവകാശമാക്കിയെങ്കിൽ ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ കാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണു വയ്ക്കുന്നതേയും നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായുവർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദൈവത്വമുള്ള ദാവൃത്വത്തെയും ഈ മർത്യമാതമൃത്വത്തെയും ധരിക്കണം. ഈ ദൈവത്വമുള്ള ദാവൃത്വത്തെയും ഈ മർത്യമാതമൃത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. മുഴങ്ങുമ്പോൾ മരിച്ചുപോയ ക്രിസ്തുഭക്തന്മാർ അക്ഷയരായി ഉയർക്കും. നമുക്കറിയാം, ഈ ശരീരം ക്ഷയമുള്ള ശരീരമാണ്, രോഗബീജങ്ങൾ അണിഞ്ഞ ശരീരമാണ്, വേദനപ്പെട്ട ശരീരമാണ്. പക്ഷേ ഈ ശരീരം മാറി അക്ഷയമായ ഒരു ശരീരം ലഭിക്കും എന്നാണ് നമ്മൾ വായിക്കുന്നത്. നാം ഇവിടെ വചന ശുശ്രൂഷയിൽ ഓർത്തതുപോലെ മരിച്ചുപോയ ക്രിസ്തുഭക്തന്മാർ പുനരുദ്ധാനം പ്രാപിക്കുമ്പോൾ ആദ്യമായി ചോദിക്കുന്ന ചോദ്യം, ഹേ മരണമേ, നിന്റെ ജയം എവിടെയെന്നാണ്. അതിനുശേഷം അവർ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്നാണ്. ആ വാക്കുകൾ താമസമിന് ഈ സെമിറ്ററിയിൽ നിന്ന് മുഴങ്ങുവാനായിട്ട് പോവുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചു നിൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരാ നാം നിദ്ര കൊണ്ടവർ മുമ്പാകുകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ച മുമ്പേ ഉയർന്നു നിൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുകയും. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നാം ദുഃഖിക്കാതിരിക്കരുത് എന്ന് ഇവിടെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. മരിച്ചുപോയവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്ന് പൗലോസ് ഇവിടെ എഴുതുന്നു. മരിച്ചുപോയ ക്രിസ്തുഭക്തന്മാർ പുനരുദ്ധാനം പ്രാപിക്കും എന്നതിൻ്റെ ആധികാരികമായ തെളിവായിട്ട് ഇവിടെ ഓർപ്പിക്കുന്നത് യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, പക്ഷെ മരണത്തിന് കർത്താവിനെ അടക്കി വെക്കുവാനായിട്ട് കഴിഞ്ഞില്ല. കർത്താവ് പുനരുദ്ധാനം ചെയ്തു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും മരണത്തിൽ നിന്ന് പുനരുദ്ധാനം പ്രാപിക്കും എന്നുള്ളതാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മരിച്ചവർ പുനരുദ്ധാനം പ്രാപിക്കുമെന്നുള്ളതിൻ്റെ ആധികാരികമായ തെളിവ്, ക്രിസ്തുവിൽ വിശ്വസിച്ചവർ പുനരുദ്ധാനം പ്രാപിക്കുമെന്നുള്ളതിൻ്റെ ആധികാരികമായ തെളിവെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പുനരുദ്ധാനം പ്രാപിച്ചു എന്നുള്ളതാണ്. മരണത്തിന് കർത്താവിനെ അടക്കി വെക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ആ കല്ലറയിൽ നിന്ന് 3-ാം ദിവസം നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് ആ ക്രിസ്തുവിൽ ആരൊക്കെ വിശ്വസിക്കുന്നുവോ അവർക്കും മനോഹരമായ ഒരു പുനരുദ്ധാനമുണ്ട് എന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ഒരു ഭാഗം കൂടെ വായിക്കുന്നു. 11-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങൾ. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാൾ മരിക്കുകയില്ല. നീ ഇത് വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പുനരുത്ഥാനവും ജീവനുമാണ്. ആരൊക്കെ കർത്താവിൽ വിശ്വസിക്കുന്നുവോ അവർക്ക് ഒരു മരണം സംഭവിച്ചാലും അവർ ജീവിക്കും എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ഇത് മരണം എന്ന് പറയുന്നുവെങ്കിലും ഒരു മരണമല്ല, നാം അല്പം മുമ്പ് കേട്ടതുപോലെ ഒരു നിദ്രയാണ്. ഈ നിദ്ര വിട്ട് പുനരുദ്ധാനം പ്രാപിക്കും. അതിന്റെ കാരണം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നുള്ളതാണ്. പുനരുദ്ധാനവും ജീവനുമായ കർത്താവായ യേശു ക്രിസ്തു താമസമിന നമ്മെ ചേർക്കുവാനായിട്ട് മടങ്ങി വരുന്നു. കാഹളം ആ പ്രത്യാശയാൽ മാറിപ്പോകുവാനിടയായി തീരട്ടെ. ആരെങ്കിലും ഇതുവരെയും ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്തവരായിട്ടുണ്ടെങ്കിൽ ഇത് മനോഹരമായ ദിവസമാണ്. ഈ കർത്താവിലേക്ക് വന്ന് പാപക്ഷമയും മോചനവും പ്രാപിച്ച് നമ്മുടെ മരണത്തിനപ്പുറത്തുള്ള ജീവിതം ഉറപ്പാക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കിലൂടെ ഉപസംഹരിക്കുകയാണ്. ഒരു പ്രത്യാശയുടെ ഗാനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനീകത്തിൽ മണ്ണോടോ മണ്ണായാലും പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. അടിയങ്ങളുടെ പ്രിയച്ചൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് അവിടുത്തെ വലിയ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ഈ വിശ്രമത്തിലേക്ക് അവിടുന്ന് പ്രവേശിപ്പിച്ചത് കൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. രോഗങ്ങളില്ലാത്ത, വേദനകളില്ലാത്ത, കഷ്ടതയും മറുപടിയും ഇല്ലാത്ത ആ മനോഹരമായ തീരത്ത് അവിടുത്തെ ദാസം വിശ്രമിക്കുന്നു എന്നുള്ളതിനായി നന്ദിയോട് സ്തോത്രം. മനോഹരമായ ഒരു ജീവിതം അവിടുന്ന് നൽകി കർത്താവിനെ സ്നേഹിപ്പാനും സേവിപ്പാനും ആരാധിപ്പാനും അവിടുന്ന് അവസരം ഒരുക്കിയതിനായി തിരുനാമത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം അവിടുന്ന് നൽകി തിരുനാമത്തിന് സ്തോത്രം. അവിടുത്തെ ദാസിക്കായി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. എല്ലാ ശ്വാസവും അവിടെ നൽകണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയമകൻ സാമിനായും കുടുംബത്തിനായും തിരുനാമത്തിന് സ്തോത്രം. പ്രിയമകൾ ബിനിക്കായും കുടുംബത്തിനായും തിരുനാമത്തിന് സ്തോത്രം. സഹോദരി സഹോദരന്മാർക്കായിട്ട് സ്തോത്രം. ഇവിടെയുള്ള ദൈവസഭയ്ക്കായി തിരുനാമത്തിന് സ്തോത്രം. ദുഃഖത്തിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സുഷുട്ടയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായും തിരുനാമത്തിന് സ്തോത്രം. ഓരോരുത്തരെയും അവിടുന്ന് ഓർക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മാറ്റമില്ലാത്ത പ്രത്യാശയ്ക്കായി തിരുനാമത്തിന് സ്തോത്രം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ആ മനോഹരമായ വചനം ഞങ്ങൾക്ക് തന്നിട്ടുള്ളതിനായി നന്ദിയോട് സ്തോത്രം. കർത്താവെ, ആ പുനരുദ്ധാനത്തിന്റെ പൊൻപുരരിയിൽ കോടാനുകോടി വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന ആ മകൻ സുദിനത്തിൽ അടിയങ്ങളുടെ പ്രിയ ചായന് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതോട് തിരുനാമത്തിന് സ്തോത്രം. അന്ന് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്ന് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കും എന്നുള്ള ആ പ്രത്യാശയ്ക്കായി തിരുനാമത്തിന് സ്തോത്രം. ആ പ്രത്യാശയാൽ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ മാറ്റമില്ലാത്ത പ്രത്യാശയാൽ ആ അനുഗ്രഹീതമായ വചനത്താൽ ഈ ഭൗതിക ശരീരം ഞങ്ങളിപ്പോൾ മണ്ണിൽ മറവ് ചെയ്യുന്നു. പിതാവേ, ഇത് മണ്ണിൽ ലയിച്ചാലും മനോഹരമായ അക്ഷയമായ ശരീരത്തോടു കൂടി ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത് കൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. അവിടുത്തെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രത്യാശയുടെ അടിസ്ഥാനത്തിൽ ഈ ഭൗതിക ശരീരം ഞങ്ങളിപ്പോൾ മണ്ണിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. മഹത്വമെല്ലാം അങ്ങേക്ക് തന്നെ അർപ്പിക്കുന്നു. സകലതും ഞങ്ങളുടെ പുനരുത്ഥാനവും ജീവനുമായ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. സമയമാരഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം ആകെയൽപ്പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം ഞങ്ങൾ മണ്ണിനായി ഏൽപ്പിച്ചു കൊടുക്കുന്നു. സഹോദര, പോയിക്കൊള്ളുക. പോയി വിശ്രമിച്ച കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും.
കാണുമ്പോൾ രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും അടിയങ്ങളോടും വിശേഷാൽ ദുഃഖത്തിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ലോകമെമ്പാടും കർത്താവ് രക്ഷയുമായി സ്നേഹിക്കുന്ന സകല വിശുദ്ധന്മാരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.